നമസ്കാരം സാറേ. മെമ്പറെ കൊറേ കണ്ടിട്ട് കൊറേ നാളായി കണ്ടിട്ട്. എന്ത് വിശേഷിച്ച്? അല്ല, ഞങ്ങളുടെ വാർഡിലേ ഒരാൾക്ക് റേഷൻ കിട്ടുന്നില്ല. അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ശരി. സപ്ലൈ ഓഫീസറെ ഒന്ന് പറയാ കംപ്ലൈന്റ്. അയ്യോ മറന്നുപോയി, ഞാൻ ഭയങ്കര ടെൻഷനാണല്ലോ. അപ്പൊ അയാൾക്ക് റേഷൻ കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തത്. ആയിക്കോട്ടെ. സാറങ്ങടെ പോണേ, അവന് റേഷൻ വാങ്ങി കൊടുക്കണ്ടേ? അതല്ല സാറേ, പിന്നെ റേഷൻ കടയിൽ ചെന്ന് മെഷീനിൽ തമ്പ് വെക്കില്ലേ, തമ്പ് വെക്കുമ്പോ ഫിംഗർ പ്രിന്റ് അവന് കിട്ടുന്നില്ലാന്ന്. മെഷീന്റെ കുഴപ്പമായിരിക്കും. മെഷീന്റെ കുഴപ്പം തന്നെയാണ്, പക്ഷെ വേറെ ചില പ്രോബ്ലം ഉണ്ട്. അവൻ 24 മണിക്കൂറും ഈ മൊബൈലിൽ ഗെയിം കളിച്ചിരിക്കില്ല. അവന്റെ പണി 24 മണിക്കൂറും മൊബൈലിൽ ഒരു പണിക്കും പോവില്ല. 80 വയസ്സായ തള്ളാനെ ജോലിക്ക് പറഞ്ഞു. അല്ല, അത് ഞാൻ സമ്മതിക്കില്ല. എന്ത് ഈ കുട്ടികൾ മൊബൈലിൽ കളിക്കണത് ആ വീട്ടിലെ തന്തിയും തള്ളിയും കൊള്ളരാത്ത ആയതുകൊണ്ടാണ്. അവരെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. കാരണം മക്കളെ കൊണ്ട് അഴിച്ചു വിടാണ് ഇപ്പോഴത്തെ ഈ തന്താരും തള്ളാരും. കുട്ടികളെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾ ഒരിക്കലും അവരല്ല ഈ തന്തി ഫോൺ വന്നു. ഒരു മിനിറ്റ്. ഹലോ, എന്താ മൊബൈൽ ഇവിടെ ഉണ്ട്. അതെ, സ്വിച്ച് ഓഫ്. പറഞ്ഞ 4 കഴിയുമ്പോ പിന്നെയും കയറ്റിയ. അപ്പൊ നീ അവന 2 കൊടുക്ക്. നിന്നെ തന്നെ വന്ന ഞാൻ വരും പറ. പട്ടിക്കിലിട്ട് തല്ലുന്നോ? വേണ്ട, പിള്ളേർ ഇപ്പത്തെ പിള്ളേരാ പറഞ്ഞതുപോലെ ചെയ്യും. വേണ്ട. എന്തായാലും നല്ല ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികളാണ് പ്രശ്നം. ഈ ഗെയിം കളിക്കുന്ന കുട്ടികളുടെ പ്രശ്നം. ഇവിടുത്തെ പ്രോബ്ലം തന്നെയാണ്. നമ്മളിപ്പോ എന്താ പറഞ്ഞ? എന്റെ വാർഡിലത്തെ ആ റേഷൻ കിട്ടാത്തതിന്റെ കാര്യം പറഞ്ഞില്ലേ? 24 മണിക്കൂറും മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കില്ല. ഒരു പണിക്കും പോവില്ല. 80 വയസ്സായി തള്ളാനെ ജോലിക്ക് പറഞ്ഞിട്ടാണ് അവൻ അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. ഈ റേഷൻ കിട്ടാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഫിംഗറിൽ എടുക്കുന്ന വരകളുണ്ടല്ലോ, അതൊക്കെ തേഞ്ഞു പോയ കാരണം റേഷൻ കിട്ടാത്തെന്ന് പറഞ്ഞ പേടിപ്പിച്ചിരിക്കാൻ. അവനെ പേടിപ്പിച്ച് നിർത്തി. അതായത് ഇതിന്ന് അവനെ മാറ്റി നിർത്താൻ, ഈ കളിയിൽ നിന്ന് അവനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് അവനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവരും. ഒന്ന് മരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ജോലിക്ക് പോക്കോളും. അവന് റേഷൻ കടയിൽ നിന്ന് റേഷൻ മേടിക്കും. അപ്പൊ അവനെ ഞാനൊന്ന് ഉപദേശിക്കണം. ഉപദേശിച്ച് ഞാൻ കുടുംബ രക്ഷപ്പെടും. അവനെ നമുക്കൊന്ന് പേടിപ്പിച്ച് നിർത്താം. മതി. അവനെ ഈ കളിയിൽ നിന്ന് ഒഴിവാക്കണം. അതല്ലേ ഞാൻ വിളിച്ചോണ്ടിരുന്നു. ഞാനങ്ങ് വന്നോ സാറേ? വേണ്ട, ഞാനൊരു പല്ലക്ക അയക്കാം. അതിൽ കയറിയിട്ട് ഓഹോ ഓഹോ എന്ന് പറഞ്ഞിട്ട് വന്നത് കറക്റ്റാട്ടോ. ആക്ഷൻ കറക്റ്റാ, പക്ഷെ ആ സൗണ്ട് കൂടി വരണം. മാധവൻ IPS. നരേന്ദ്രപ്രസാദ് കളിക്കണമെന്നല്ല, പിന്നെ മൊബൈലിൽ ഗെയിം കളിച്ച് മൊബൈലിൽ ഇല്ലെങ്കിൽ അവന്റെ കൈ അങ്ങനെ ഇരിക്കുക, ഫുൾ ടൈം അങ്ങനെ ഇരിക്കുക. അത്ര മുഴുത്തനാണ്. അവന്റെ പോക്കറ്റിൽ നോക്കിയ മൊബൈൽ 2 മൊബൈൽ ഇരിക്കണേ. ഒരെണ്ണത്തില് ചാർജ് ചെയ്യുമ്പോ അടുത്ത മൊബൈൽ എടുക്കും. അത് കഴിയുമ്പോ പവർ ബാങ്ക് വെച്ചിട്ട് അത് എടുത്ത് കളിക്കും. ഇതെല്ലാം കഴിയുമ്പോ കുഞ്ഞ മൊബൈലില്ലേ, ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. ശരി, കാർഡ് കൊണ്ടുവന്നുണ്ട്. നിന്റെ കാർഡ് 1.5 മന്തി പൊളിക്കോ? വിട്. ഇതാണ് എന്റെ കാർഡ്. ശരി, എന്താ കാർഡ്? നിന്റെ പേരെന്താ? അൺലോക്ക് കുർണോ. അപ്പൊ BP കുഞ്ഞാരാ? ആ PP കുഞ്ഞ് ഞാൻ തന്നെ. പക്ഷെ ഞാൻ ഈ മൊബൈലിൽ ഗെയിം കളിച്ച് അതിനകത്തുള്ള കഥാപാത്രത്തിന്റെ പേരാ എനിക്ക് അൺലോക്ക് കുർണോ. തങ്കമ്മ അതെന്റെ അമ്മ സാറേ. ഒരു അമ്മ ഉണ്ടല്ലോ, അപ്പൊ അമ്മയ്ക്ക് റേഷൻ വാങ്ങാൻ പോയി കൂടെ? അയ്യോ, അമ്മേന്റെ റേഷൻ കട വിടാൻ പറ്റില്ല. അമ്മയ്ക്ക് 3 വീട്ടിൽ വീട്ടുപണിയുണ്ട്. രാവിലെ മൻസാറിന്റെ വീട്ടിൽ അമ്മ വീട്ടുപണിക്ക് പോകും. അത് കഴിഞ്ഞൊരു 12 മണിയാകുമ്പോൾ വരും. 12 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പരമേശ്വര സാറിന്റെ വീട്ടിൽ പണിക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോൾ വരും. 3 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജനാർദ്ദൻ സാറിന്റെ വീട്ടിൽ പണിയുണ്ട്. അവിടെ പോകും. അല്ല, ഈ പണി കഴിഞ്ഞ് വന്നാലും വീട്ടിൽ പണിയുണ്ടല്ലോ. പിന്നെ നമുക്ക് വീട്ടിൽ പണിയണം. പിന്നെ 80 വയസ്സല്ലേ സാറേ? ഈ 80 വയസ്സുള്ള തള്ളേനെ ഞാൻ റേഷൻ കടയിലേക്ക് റേഷൻ വാങ്ങാൻ വിട്ടു കഴിഞ്ഞാൽ നാട്ടുകാരെന്നാ പറയും സാറേ? അതാണ് സ്നേഹം. റേഷൻ കടയിൽ പോകുന്നത് മാത്രമേ ഒരു വിഷമമുള്ളൂ. പണിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? അച്ഛനുണ്ടായിരുന്നു സാറേ. അച്ഛനുണ്ടായിരുന്നു. നിന്റെ അച്ഛനെവിടെ? അച്ഛൻ പോയി. അച്ഛൻ പോയിട്ട് അമ്മ അത്രയും കഷ്ടപ്പെട്ട് നിന്നെ നോക്കിണ്ടാക്കിയില്ലടാ. ആ തള്ളോട് റെസ്പെക്ട് കാണിക്കണ്ടടാ. അച്ഛൻ മരിച്ചു പോയതല്ല, ഈ കഷ്ടപ്പാട് കാരണം അച്ഛൻ വേറൊരു പെണ്ണുങ്ങളോട് കൂടെ ജീവിക്കാൻ വേണ്ടി പോയി. നിന്റെ ഇത് കണ്ടിട്ട് അച്ഛൻ വേറെ രക്ഷപ്പെട്ടതാ. നിന്റെ കയ്യൊന്ന് കാണിച്ചടാ. അതെ,
ആഹാ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നല്ലടാ, ഒരു രേഖയില്ലല്ലോ. ഇതെന്താ രാജമേശ്വരിയുടെ തേപ്പ് പലയ പോലെ ഉണ്ടല്ലോ. ഇത് നീ ഒരു കാര്യം ചെയ്യും, ഈ മിഷയല്ലേ, ഈ മിഷയല്ല ഇത് ഇവിടെ നിന്ന് കൈ വെച്ച് ഇവിടെ വെച്ച് നോക്കട്ടെ. ഇതിന്റെ കാർഡില് നമ്പർ എന്നിട്ട് പെട്ടെന്നാട്ടെ ഇത് അതിൽ നോക്കിയ ഇവിടെ 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 കൈ വയ്ക്കുക. മത്തി പൊട്ടിക്കല്ലേ നിർത്തി കൈയെടുത്ത് റേഞ്ചില്ല. എല്ലാ റേഷൻ കടയിലും കംപ്ലൈന്റ്. എല്ലായിടത്തും ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് മാത്രം റേഷൻ കിട്ടുള്ളൂ, അവർക്ക് മാത്രം റേഞ്ച് കിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ് കേട്ടാ, റേഞ്ച് കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. ആ അല്ല ഇവിടെ നിന്ന് ചോദിക്കാം, ബലികുടീരങ്ങളെ നാടകം കളിക്കാൻ വന്നാണോ? അത് ശരി. ഇവിടെ നാടകാനും പണി നടക്കാൻ പറ്റും. കയ്യൊന്നും ഓ വൃത്തിയില് ഒന്ന് തേച്ച് മെനിച്ച് ഒന്ന് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ട് ഐശ്വര്യത്തോട് കൂടി വെക്കണ. ഒന്ന് കൈ അതാ വെള്ളം അതിൽ പോയിട്ട് കൈ അക്കരെ ഇക്കരങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഇതെന്താ ബലിക്കാക്കേ? ഇനി പറയുന്നില്ല, ശരിയാവണില്ല. ഇത് പതിയണമെങ്കിലേ എന്ത് ചെയ്യണമെന്നറിയാം, നിനക്കൊരു കുടുംബജീവിതമൊക്കെ വേണ്ടേ? കുടുംബജീവിതം വേണം. ഈ അരിയൊക്കെ പോയി ഇതൊക്കെ വാങ്ങി റേഷൻ അരിയൊക്കെ വാങ്ങി കഴിക്കണ്ടേ? കഴിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ മൊബൈലിലെ ഈ ഗെയിമുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. മൊബൈലിലെ ഗെയിം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. അത് ചെയ്യാണ്ട നിനക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. എടാ അത് ചെയ്ത മാത്രമേ നിനക്കൊരു ജീവിതം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഈ അരി വാങ്ങി കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ നീ പട്ടിണി കിടന്ന് ചത്തുകൊണ്ടിരിക്ക. സാറേ അതെന്റെ ജീവനാണ് മൊബൈൽ ഗെയിം. അല്ലല്ല അത് മാറ്റണം. നീ അത് ഞാൻ ഇപ്പൊ മാറ്റി തരാം. ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി, മനസ്സിലായോ? ഞാൻ നിന്നെ ഉറക്കാൻ പോകുകയാണ്. അയ്യോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് പാല് വേണം. ഞാൻ കിടന്നുറങ്ങണതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിക്കാറുണ്ട്. പാല് കുടിച്ച് കിടന്നുറങ്ങും നീ എന്താ പാമ്പോ? എടാ ഞാൻ പറയണത് കേക്ക്. നീ ആ മൊബൈൽ എടുക്ക്, അങ്ങനെ നീ ഗാലറിയിലേക്ക് പോകുകയാണ്. നീ ഗെയിമുകൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. നീ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. നീ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ പുറമേക്ക് ചെയ്താൽ മതിയായിരുന്നു, ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സാറേ. ക്ലിയർ ആയില്ലേ? എനിക്ക് എന്തോ സാർ പറ്റിയ എനിക്ക് എന്തോ പറ്റിയായിരുന്നല്ലോ. ഇവിടുന്ന് എന്തോ ഒരു സാധനം പറഞ്ഞു പോയി, സംഭവം പോയി. എന്താടാ ഈ ഓജസ്സും തേജസ്സുമുള്ള PP കുഞ്ഞിനെ തിരിച്ചു തരാമെന്നാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പോയി റേഷൻ കടയിലോ കല്യാണം പോടാ. വളരെയധികം നന്ദി. ഞാൻ മനസ്സിലാക്കി. ഓക്കെ മര്യാദക്ക് ജീവിക്കാൻ. ഒരു മിനിറ്റ് സാറേ, ഈ വെടിവെക്കണ ഗെയിമല്ലേ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? അതെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ സബ്ജി കളിക്കണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?